വെൽക്കം ടു റെഡ് ഫ്രെയിംസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി ഒരു ഓറഞ്ച് കേക്കാണ്. ഓറഞ്ച് കേക്ക് ആയതുകൊണ്ട് തന്നെ ഓറഞ്ചിൻ്റെ നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ്. ഓറഞ്ച് കേക്ക് ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു റിഫ്രഷിങ് ടേസ്റ്റാണുള്ളത്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് നമ്മളൊന്നും ഉണ്ടാക്കുന്നത് ഓവനിലല്ല, സ്റ്റൗ ടോപ്പിലാണ്. ഈ കേക്ക് ഫ്രോസ്റ്റ് ചെയ്തിട്ടുള്ളത് സൺഫ്ലവർ തീമിലാണ്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. ഈ ഒരു ഓറഞ്ച് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് പൊടികളെല്ലാം തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ടൊരു ബൗളിലേക്ക് ആദ്യം മൈദ ചേർക്കാം. 3 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉണങ്ങിയ ബൗളിലേക്ക് വേണം മൈദ ചേർക്കാനായിട്ട്. നമ്മൾ ചേർക്കുന്ന പൊടിയിൽ എന്തെങ്കിലും കട്ടയോ തരിയോ എല്ലാം ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിക്കുന്നത്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദയിൽ എല്ലായിടത്തും ഒരുപോലെ എത്താനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സിങ് കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യണം. അതിനായിട്ടൊരു ഉണങ്ങിയ ബൗളിലേക്ക് ആദ്യം മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ കേക്കിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് 3 മുട്ടയാണ്. ഈ മുട്ട ഇനി നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ക്രീമിയായി പതഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്യണം. ഇങ്ങനെ മുട്ട നല്ല ക്രീമിയായി പതഞ്ഞ് വരുമ്പോഴാണ് കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതും ഇത് ബീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ പതുക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ പഞ്ചസാര തരിയാണ് ഇട്ടിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് 1.5 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ച് ചേർത്താലും മതി. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ ഈസിയാണ്. ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 1/2 കപ്പും കൂടെ കുറേശ്ശെയായി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് എണ്ണ ചേർക്കാം. 1 കപ്പ് എണ്ണയാണ് ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫ്ലേവറോ ടേസ്റ്റോ ഒന്നും ഇല്ലാത്ത ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണയും ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറേശ്ശെ ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. എങ്കിലേ ഈ ഒരു കൂട്ടുമായിട്ട് എണ്ണ പെട്ടെന്ന് മിക്സായി വരുള്ളൂ. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഓറഞ്ച് ജസ്റ്റാണ്. ഓറഞ്ച് തൊലി 2 ടീസ്പൂൺ ഓറഞ്ച് ജസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കാം. ഓറഞ്ച് ജസ്റ്റും വാനില എസൻസും ഈ മിക്സിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതോട് കൂടിയിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സിങ് കഴിഞ്ഞു. പിന്നെ ഇതിനകത്ത് ചേർക്കാൻ ബാക്കിയുള്ളത് ഓറഞ്ച് ജ്യൂസാണ്. ജ്യൂസ് നമുക്ക് മൈദ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് മൈദ മിക്സ് ചെയ്ത് തുടങ്ങാം. കുറേശ്ശെയായി ചേർത്ത് വേണം മിക്സ് ചെയ്യാനായിട്ട്. ആദ്യം കുറച്ച് മൈദ മിക്സ് ചെയ്യുക, അത് കഴിഞ്ഞ് കുറച്ച് ഓറഞ്ച് ജ്യൂസ് മിക്സ് ചെയ്യുക. അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് മിക്സ് ചെയ്താൽ മതി. ഞാനിവിടെ 1 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത ഓറഞ്ച് ജ്യൂസാണ്. അങ്ങനെ ഇപ്പോൾ ഓറഞ്ച് ജ്യൂസും മൈദയും ഈ മിക്സിൽ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അവസാനമായി കേക്ക് മിക്സിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ കേക്ക് മിക്സ് റെഡിയായി. ഒമ്പത് ഇഞ്ച് ഡയമീറ്ററുള്ള 2 ബേക്കിംഗ് ടിന്നിലായിട്ടാണ് കേക്കിന് ബേക്ക് ചെയ്യുന്നത്. 2 ബേക്കിംഗ് ടിന്നിലായിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. ബേക്ക് ചെയ്യാനായിട്ട് ടിന്നിൽ ആദ്യം എണ്ണയും അത് കഴിഞ്ഞ് മൈദയും കൂടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മേലെയായി ബട്ടർ പേപ്പർ വെച്ചതാണ്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. A4 വൈറ്റ് പേപ്പറോ ഉണ്ടെങ്കിൽ
അതിലിത്തിരി എണ്ണ ഗ്രീസ് ചെയ്ത് യൂസ് ചെയ്താൽ മതി. ശരിക്കും ബട്ടർ പേപ്പറിൻ്റെ അതേ എഫക്റ്റ് കിട്ടും. ഞാനിവിടെ ഒരു ടിന്നിൽ A4 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി കേക്ക് മിക്സ് 2 ട്രേയിലും പകുതിയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഏറെ കെട്ടിക്കിടക്കുന്നതുണ്ടെങ്കിൽ അത് പോവാനായിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാം. കോട്ടിങ് പോയിട്ടുള്ള ഒരു ബിരിയാണി പോട്ടാണ് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതൊരു മിനിറ്റ് നേരം നല്ലപോലെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കേക്ക് ടിൻ ഇറക്കി വെക്കാം. ഇനി പോട്ട് അടച്ചു വെച്ച് മീഡിയം ലോ ഫ്ലെയിമിൽ വേണം ബേക്ക് ചെയ്യാനായിട്ട്. ഏകദേശം ഒരു 3/4 മണിക്കൂർ എടുക്കും കേക്ക് ബേക്കായി കിട്ടാൻ. 3/4 മണിക്കൂറായി. പോട്ട് തുറന്നു നോക്കാം. കേക്ക് നല്ല പാകത്തിന് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ പോട്ടൊന്ന് മാറ്റാം. ഇനി അടുത്ത കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഏകദേശം ഒരു 3/4 മണിക്കൂർ നേരം ബേക്കിംഗ് ടൈം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ രണ്ടാമത്തെ കേക്ക് ടിന് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ച് പുറത്തെടുത്ത് വെച്ചതാണ്. കേക്ക് തണുക്കാനായിട്ട് ഒരു വയർ റാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. 3/4 മണിക്കൂർ നേരം നമ്മൾ ബേക്ക് ചെയ്തിട്ടും ഒട്ടും തന്നെ അടിയിൽ പോയിട്ടില്ല. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോൾ അത് ഫ്രോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയി തണുത്ത ശേഷം വേണം ഫ്രോസ്റ്റ് ചെയ്യാൻ. ഈ ഒരു കേക്കാണ് ഞാൻ A4 യൂസ് ചെയ്ത് ലൈനിങ് കൊടുത്തത്. 3/4 മണിക്കൂർ നേരം ബേക്കായിട്ടും ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടില്ല. ഓരോ കേക്കും ഞാൻ 2 ലെയറായി എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ലെയർ ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു. ഓറഞ്ച് കേക്ക് ആയതുകൊണ്ട് തന്നെ സോക്ക് ചെയ്യാനായിട്ട് ഓറഞ്ച് സിറപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിന് മേലെയായിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാം. അതിന് മേലെയായിട്ട് കേക്ക്. ഈ ഒരു പ്രോസസ്സ് കേക്ക് തീരുന്നത് വരെ റിപ്പീറ്റ് ചെയ്യണം. ഇപ്പോൾ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുത്തു. ഇതിന് മേലെയായിട്ട് സൺഫ്ലവർ ഡിസൈനാണ് കൊടുക്കുന്നത്. ഈ ഒരു സൺഫ്ലവർ പേസ്റ്റിൽ ഡിസൈൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ കത്തിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സൺഫ്ലവറിൻ്റെ പുറം ഭാഗം ഒരു ലൈറ്റ് യെല്ലോയും അതിൻ്റെ ഒരു 1 ടോൺ ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡാണ് ഉൾഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ് സെൻറ്റർ ഭാഗം കൊടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ല ടേസ്റ്റിയാണ്. ഓറഞ്ചിൻ്റെ നല്ല ഫ്ലേവറും ടേസ്റ്റും എല്ലാം ഉള്ള നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടമാകും. ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസിനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.